അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു കവിയായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷ് റഷ്യയിലൊക്കെ അനുഭവം വെച്ചിട്ട് പറഞ്ഞു, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഊണ് കമ്മിയായ ഇസമാണ് കമ്മ്യൂണിസം. കമ്മി ഊണ് ഇസം, അതാണ് കമ്മ്യൂണിസം. അതുപോലുള്ള സ്ഥലങ്ങൾ അനുകൂലപ്പെടുത്തുക, അതിനൊക്കെ അപ്പുറത്തുനിന്ന് പൈസ കിട്ടും. കൊട്ടേഷൻ പണിയാണ്. അമ്പലത്തിലെ ഉത്സവം തകർത്താൽ, RSR അടിച്ചാൽ, ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാരെ അധിക്ഷേപിച്ചാൽ, ജയിലിലടപ്പിച്ചാലൊക്കെ പൈസ കിട്ടും. അപ്പുറത്തുനിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇതുപോലെയായി തീർന്നത്? ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. കേരളം ഇപ്പോൾ ഭരിക്കുകയാണ് CPM LDF. രണ്ടാമത്തെ തവണയാണ് ഭരിക്കുന്നു. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ ഈ മുന്നണിയിൽ നിന്ന് ഇതിലെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ, MLA-മാർ തന്നെ പറഞ്ഞാൽ, പാലക്കാട് ഷൊർണൂർ ഭാഗത്തുനിന്ന് ഒരു PK ശശി MLA ആയിരുന്നു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. വിമതന്മാരായിട്ട് അവിടെ നടക്കുകയാണ്. കൊട്ടാരക്കരയിലെ 2 തവണ MLA ആയിരുന്ന ഐഷ പറ്റി അവരതിൽ നിന്ന് രാജിവെച്ചു. ഇടുക്കിയിൽ രാജേന്ദ്രൻ എന്ന് പറയുന്ന 3 തവണ MLA ആയിരുന്ന ആള് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആലപ്പുഴയിൽ സുധാരൻ സഖാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കൊല്ലം ജില്ലയിൽ ശ്രീ അജിത്ത് MLA ആയിരുന്നു, 2 തവണ MLA ആണ്. അദ്ദേഹം CPI-യിൽ നിന്ന് രാജിവെച്ചു. ചിലയാളെ BJP ചേർന്നു. അജിത്ത് MLA മുൻ MLA-യും രാജേന്ദ്രനും BJP-യിലാണ് ചേർന്നത്. ഐഷ പറ്റി കോൺഗ്രസിലാണ് ചേർന്നത്. ബാക്കി 2 ആളുകൾ സ്വതന്ത്രന്മാരായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരിങ്ങനെ രാജിവെച്ച് പോകണം. എന്തുകൊണ്ടാണ് ഈ ഉപ്പുവെച്ച കലമ്പോലെയായിട്ട് ഈ പാർട്ടി ഇങ്ങനെ നശിച്ചു പോകുന്നത്? ഇന്ന് ഞാനിപ്പോ വരുമ്പോ ഫോണിൽ എൻ്റെ ഒരു അടുത്ത പരിചയക്കാരനും ഞാൻ ഏറെ ബഹുമാനിക്കുന്നയാളുമായ കണ്ണൂരിലെ CPM-ന്റെ നേതാവ് ശ്രീ EP ജയരാജ്, അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷവും ശക്തിപ്പെട്ടു വരികയാണ്. അദ്ദേഹം പറയാണ്, രാജ്യവ്യാപകമായി ഇടതുപക്ഷം കരുത്താർജിച്ചു വരികയാണ്. കേരളത്തിലും ഇടതുപക്ഷം ഓരോ ദിവസം കഴിയുന്തോറും ശക്തിപ്പെട്ടു വരികയാണ്. ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കുന്ന അണികൾ, ഇത്തരം വിഡിത്തങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന അണികൾ തൊട്ട് കൺമുമ്പിൽ തന്നെ ഇതുപോലുള്ള ശിഥിലീകരണങ്ങളും രാജിവെക്കലും പുറത്താക്കലും ഇതെല്ലാം നടന്ന ഏറ്റവും അവസാനം അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഈ കേരളത്തിൽ ഇപ്പോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിമാർക്കും ഒക്കെ എന്താ പണി? ഇപ്പോ അവരിപ്പോ വേറെ എവിടെ പോകാനൊന്നുമില്ല, ഇവിടുന്ന് തന്നെ ചുറ്റിക്കളിക്കലാണ്. ഇപ്പൊ പോളിറ്റ് ബ്യൂറോ എന്നെല്ലാം പറഞ്ഞ് കൂടുന്നത് കേരളത്തിൽ തന്നെയാണ്. ഡൽഹിയിലൊന്നും പോകാൻ ആരുമില്ല, ഒരു സംസ്ഥാനത്തും ആളില്ല. ഇപ്പോ ഈ കല്യാണം നടത്തി കൊടുക്കല് CPM സംസ്ഥാന സെക്രട്ടറി എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, ഗോവിന്ദൻ മാഷ്. മിഞ്ഞാന്ന് വേടന്റെ കല്യാണം നടത്തി കൊടുത്തു. ഇന്നലെ വേറെ ഏതോ ഒരു മാല വിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഓരോ കല്യാണം വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നെയാണ്. ആ കല്യാണം ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെ നടത്തി കൊടുത്തു. അപ്പൊ അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലുള്ള ആളുകൾ ഒരു മാരേജ് ബ്യൂറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള പണിയാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ നേതാക്കന്മാർ ഇങ്ങനെയാണെങ്കിൽ അതിലൊരു നേതാവിന്, ആ നേതാവിനെ കുറിച്ച് മറ്റേ നേതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ, G. സുധാകരൻ എന്ന് പറഞ്ഞ മന്ത്രിയായിരുന്ന ആള് പറയുന്ന പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്
എന്നെ പരിഹസിച്ച് ചിരിച്ചു എന്നാണ് സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ചിരി എന്നെ ഒരു ആക്കിയ ചിരിയായിരുന്നു പത്രക്കാരെ ചോദിച്ചപ്പോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരോട് മാത്രമല്ല, പുറത്തുള്ള ആളുകളോട് മാത്രമല്ല, ഉള്ളിലുള്ള ആളുകളോട് പോലും പെരുമാറുന്നത് ഇങ്ങനെയാണ് എന്നതുകൊണ്ടാണ് ആ പാർട്ടി ഇതുപോലെ പടവലങ്ങ പോലെ കുത്തോട്ടേക്ക് വളരുന്നു എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. പക്ഷെ മേലോട്ടല്ല, താഴോട്ടാ വളരുന്നു. അങ്ങനെ വളർന്ന് ഇപ്പൊ കേരളത്തിൽ മാത്രമുള്ള സ്ഥിതിയായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യമുള്ളത്, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അനുഭവത്തിന് ഇവർ പാഠം പഠിക്കുന്നില്ല. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ സജീവ് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയണ്ടേ. ഇതേ പോലീസിലെ ആളുകൾ പേര് മാറിയിട്ടുണ്ടാവും. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ മാതാവിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു നില ഇവിടെ ഉണ്ടായി. ശബരിമലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളെ പിടിച്ച് ജയിലിലടച്ചു. എത്രയോ ആളുകളെ ജയിലിലടച്ചു. നമ്മളിലിപ്പം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റാന്നി കോടതിയിൽ തന്നെ നിരവധി കേസുകളുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി കേസിന് പോയി. ആകെ നമ്മളെല്ലാവരും ചെയ്ത കുറ്റം, ചില ആളുകളുടെ പേരിൽ 500, ശശികല ടീച്ചറേയും അതുപോലെ തന്നെ സെൻകുമാർ സാറിന്റെ ഒക്കെ പേരിൽ 500, 600, 700 കേസല്ലാണ് ഒരാളെ പേരിൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേസാണ്. ഒരു കോടതിയിൽ നിന്ന് ചോദിച്ചു, ജഡ്ജി നിങ്ങളെന്താ ഹനുമാനോ മറ്റുമാണോ എന്ന് ചോദിച്ചു. പറന്ന് കുറ്റകൃത്യം ചെയ്യാം. ഒറ്റ ദിവസം കാസർഗോഡും അതുപോലെ തിരുവനന്തപുരത്തും കേസപ്പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്ത കുറ്റം? ശബരിമല പോലെ വിശ്വവിശ്രുതമായ കോടിക്കണക്കിന് ആളുകളുടെ ആരാധനാമൂർത്തിയായ ആ മഹാസന്നിധിയിലെ ആചാരം ലംഘിക്കാൻ വേണ്ടി കോടതിയിൽ ഈ ഗവൺമെന്റ് കൊടുത്ത, ദേവസ്വം ബോർഡായ മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത തെറ്റായ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വിധി നടപ്പാക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഭക്തകളല്ലാത്ത വളരെ മോശം പശ്ചാത്തലങ്ങളുള്ള ചില ആളുകളൊക്കെ സന്നിധാനത്തേക്ക് പോലീസിന്റെ യൂണിഫോം ഇട്ട് തൊപ്പിയും വെച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോയ വിസ്ഫോടനകരമായ വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങൾക്കെതിരെ കേരളത്തിൽ പ്രതിഷേധിച്ചു. ഹിന്ദുവിന് നേരെ മാത്രം ഇതുപോലെ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരത നടപ്പാക്കുന്നതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധിച്ച ആളുകളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ പ്രതിഷേധത്തിന് കാരണമായി തീർന്ന എന്താണ്? ഇവിടുത്തെ ഗവൺമെന്റ് ശബരിമലയിൽ അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ എവിടെയോ ഡൽഹിയിലോ മറ്റോ കൊടുത്തൊരു കേസില്ല. എന്താണ് കേരള ഗവൺമെന്റ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു യുവതികളെ കയറ്റണം, ശബരിമല യുവതി കയറ്റണം അഭിപ്രായം ഗവൺമെന്റ് പറഞ്ഞു. ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർണം കെട്ടാൻ ഇറങ്ങി വന്ന ദേവസ്വം ബോർഡിന് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് യുവതികളെ കയറ്റണമെന്ന നമ്മുടെ അഭിപ്രായം എന്ന് അവരും കോടതി കൂടെ. ഇത്തരമൊരു വിഷയം വന്നാൽ കോടതി പ്രധാനമായി രണ്ടു കൂട്ടരുടെ അഭിപ്രായമാണ് പരിഗണിക്കുക. ഒന്ന് ഗവൺമെന്റിന്റെ, രണ്ട് അത് ഏത് ക്ഷേത്രത്തിന്റെ ഉടമ ആരാണോ ആ ഉടമ ദേവസ്വം ബോർഡാണ്. അത് പറഞ്ഞ് യുവതികളെ കയറ്റണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമാണ്. എങ്ങനെയെങ്കിലും ശബരിമല തകർത്തേ പറ്റൂ. ഗവൺമെന്റും അങ്ങനെ തന്നെ നിലപെടുത്തു, യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോടതി വിധി ഉണ്ടായത്. ആ കോടതി വിധിക്കെതിരായിട്ടാണ് ഈ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷെ ഇന്ന് ഒരു 4 മണിക്കൂർ മുമ്പ് കേരള ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. മന്ത്രിസഭ ഓൺലൈനായിട്ട് കൂടിയ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നാളെ അവർ കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത്
ശബരിമലയിൽ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ തുടരണം. അവിടെ യുവതീ പ്രവേശനം നടത്താൻ പാടില്ല എന്നാണ് ഇതേ പിണറായി വിജയന്റെ ഗവൺമെന്റ് നാളെ സത്യവാങ്മൂലം കൊടുക്കാൻ പോകുന്നത്. ഒരാഴ്ച മുമ്പ് ഇതേ CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡും നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ 10നും 50നും മധ്യേ പ്രായത്തിലുള്ള യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ബ്രഹ്മചര്യ ഭാവത്തിലുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ പ്രതിഷ്ഠാ സങ്കല്പത്തിന് വിരുദ്ധമായി അവിടെ യുവതീ പ്രവേശനം നടത്താൻ പാടില്ല എന്ന സത്യവാങ്മൂലം തന്നെയാണ് ദേവസ്വം ബോർഡും കൊടുക്കുന്നത്. അതായത് അന്ന് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഇവിടുത്തെ ഭക്തജനങ്ങളും വിശ്വാസികളും എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് ഇപ്പൊ ഈ ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ മുമ്പിലൊന്നും വന്നിട്ടില്ലെങ്കിലും പീഡിയന്റെ ബേക്കിലോ മരത്തിന്റെ അപ്പുറത്തല്ലോ മറഞ്ഞു നിന്നിട്ട് ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ. അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോ ആരായി? നിങ്ങൾ അന്ന് ഞങ്ങൾക്കെതിരായി വിശ്വാസികൾക്കെതിരായിട്ട് നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞപ്പോ തുള്ളിയിട്ടില്ലേ? നിങ്ങൾ അവരുടെ പ്രസംഗത്തിന് പോയി കൈയെടുത്തിട്ടില്ലേ? അന്ന് പിണറായി വിജയൻ പറഞ്ഞ യുവതികളെ പ്രവേശിക്കും കേട്ടാ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ആവേശപൂർവ്വം കൈയെടുത്തില്ലേ? ഇപ്പൊ ആ പിണറായി വിജയൻ പറയുന്ന യുവതികളെ പ്രവേശിപ്പിക്കില്ല കേട്ടാ എന്നാണ് ഇപ്പൊ പറയുന്നത്. യു ടേൺ തിരിഞ്ഞിരിക്കുകയാണ്. അന്ന് പറഞ്ഞാലും നേരെ എതിരായിട്ട് ഇപ്പൊ പറയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും അതിൽ ഒരു വ്യത്യാസം വരുത്തില്ല. അങ്ങനെയുള്ള ഇരട്ടച്ചെങ്കനാണ്, അങ്ങനെയുള്ള നേതാവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ 5 കൊല്ലം മുമ്പ് പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ള തീരുമാനം ഇപ്പോഴെടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എടുക്കാനിടയായ ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ആക്ഷേപിക്കുന്ന, ചവിട്ടിയിറക്കാൻ ശ്രമിക്കുന്ന, നിങ്ങൾ അധിക്ഷേപിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസികൾ, അവരുടെ സംഘടിത ശക്തി, അവരുടെ മുന്നേറ്റം, അവർ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിലൂടെ നിങ്ങൾക്കുണ്ടായ രാഷ്ട്രീയമായി തിരിച്ചടി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തോൽവികൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കരകയറണമെങ്കിൽ ഇവിടുത്തെ ഭക്തലക്ഷങ്ങൾക്ക്, കോടികൾക്കെതിരായുള്ള അയ്യപ്പ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാട് തിരുത്തിയേ പറ്റൂ എന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത് ഇവിടുത്തെ സനാതന ധർമ്മ വിശ്വാസികളുടെ കരുത്താണ്, പോരാട്ട വീര്യമാണ്. ആ പോരാട്ടത്തിന്റെ വീര്യത്തിന് മുമ്പിൽ പിണറായി വിജയന് മുട്ട് മാത്രമല്ല പലതും മടക്കേണ്ടി വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഇതുപോലുള്ള സത്യവാങ്മൂലം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഊച്ചാളി സഹാക്കന്മാർ ഓർമ്മിച്ചോ? നിങ്ങൾ വെറുതെ ആരെങ്കിലും കണ്ട് തുള്ളണ്ട. നിങ്ങളുടെ നേതാക്കന്മാർ ശബരിമലയോട് കളിച്ചു. ആ ശബരിമലയോട് കളിച്ചപ്പോ കൈപൊള്ളിയില്ലേ? എത്ര നേതാക്കന്മാരാണ് ഇപ്പൊ ജയിലിന്ന് 90 ദിവസം കഴിഞ്ഞിട്ട് പുറത്തു വരുന്നത്? CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന MLA ആയിരുന്ന പത്മകുമാർ അയാളിപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പറയുന്നു. കട്ടൂരിന് പുറത്താക്കുന്നു. വേറൊരു MLA അപ്പൊ അവര് ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് ഈ പുറത്തുപോയ MLA-നെ ഭയന്നിട്ട് പാർട്ടി ഓഫീസിൽ തറവാട്ട് പിറന്ന പെണ്ണുങ്ങളാരും വരാറില്ലെന്ന്. പാർട്ടിയുടെ ഗുണഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു നോക്കണം. പാർട്ടിന്റെ MLA ആണ് പറയുന്നത് ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് മാഫിയാനാണ്. MLA ആളുകൾ പറയുന്നത്, സെക്രട്ടറിന്റെ ആളുകൾ പറയുന്നത് MLA-നെ പഠിച്ചിട്ട് തറവാട്ട് പിറന്ന പെണ്ണുങ്ങളാരും സ്ത്രീകളാരും ആഫീസിൽ കയറാറില്ല എന്നാണ്. എന്തൊക്കെയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ചക്കളത്തി പോയി വരുമ്പോ ഇവര് തന്നെ തമ്മിൽ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട്
ഇതൊക്കെ നേതാക്കന്മാരുടെ കാര്യം. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. അതൊക്കെ ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടിക്കൃഷ്ണ മാരാർ എന്ന് പറഞ്ഞ പ്രമുഖനായ നമ്മുടെ നാട്ടിലൊരു സാഹിത്യ നായകൻ ഒരിക്കൽ പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെ മാർക്സിസ്റ്റുകാർക്ക് ശരിയായ രീതിയിൽ ചേരുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാവും. അദ്ദേഹം പറഞ്ഞു, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റാവും, കമ്മ്യൂണിസ്റ്റ് അധപ്പതിച്ചാൽ മാർക്സിസ്റ്റാവും. അപ്പൊ മാർക്സിസ്റ്റുകാരെങ്ങനെയാണ് മാർക്സിസ്റ്റ് ആകുന്നത് എന്നുള്ളതിന്റെ ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗാവും. മനുഷ്യ മൃഗം എന്നെല്ലാം പറയുന്നുണ്ടല്ലേ, ആ മൃഗം അധപ്പതിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആവുന്നത് എന്ന്. അത്തരം പ്രവർത്തനങ്ങളാണ് ആഗോള തലത്തിലും നമ്മുടെ രാജ്യത്തെമ്പാടും അധികാരം കിട്ടിയിടത്തല്ല. എന്തുകൊണ്ടാണ് ഇപ്പം ബംഗാളിൽ 35 കൊല്ലം CPM ഭരിച്ച സംസ്ഥാനമാണ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. അടക്കി ഭരിച്ചതാണ് 35 കൊല്ലം തുടർച്ചയായിട്ട്. ഇവിടെ ഇപ്പൊ 10 കൊല്ലാകുമ്പോഴേക്കല്ലേ നമ്മളെ ദുരിതം നമുക്കറിയാം. 35 കൊല്ലം. അവിടുത്തെ പാർലമെന്റ് സീറ്റ് ഏകദേശം മുഴുവൻ ഓർക്കാൻ കിട്ടുക. 42 എണ്ണം ഉണ്ട്. 38 എണ്ണം CPM തന്നെ കിട്ടും. അസംബ്ലിയിലുള്ളത് 250 സീറ്റ് അവർക്ക് കിട്ടും. ആകെ ഒരു 10-15 എണ്ണം പ്രതിപക്ഷത്തിന് കിട്ടും എല്ലാവർക്കും കൂടി. അത്രയും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 35 കൊല്ലം ഭരിച്ച സ്ഥലത്ത് ഇപ്പോഴത്തെ അസംബ്ലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് വട്ടപൂജ്യം, ഒരൊറ്റ സീറ്റില്ല, ഒരു സീറ്റ് പോലും. ഇത്രയും ശക്തി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എന്താ സംഭവിച്ചത്? അവിടുത്തെ പല പാർട്ടി ഓഫീസുകളും, ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസും എല്ലാം അങ്ങനെ തന്നെ BJP-യിലേക്ക് വന്നു. BJP-ക്ക് അധികം ഓഫീസൊന്നും നാട് എടുക്കണമെന്നില്ല. CPM-ന്റെ ഓഫീസ് പാർട്ടി നേതാക്കന്മാരും നാട്ടുകാരും മുഴുവൻ BJP ചേർന്നപ്പോ ഓഫീസ് അടക്കാൻ വന്നത്. ആയിരക്കണക്കിന് ഓഫീസുകൾ ഇപ്പൊ BJP-ക്ക് കിട്ടും. ഇപ്പൊ BJP-ആണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ മമതേന്റെ പാർട്ടി കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ BJP-ആണ്. ബാക്കിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസും CPM-ഉം ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിച്ചാണ്. രണ്ടു കൂട്ടർക്ക് ഒറ്റ സീറ്റില്ല. വട്ടപൂജ്യം. കോൺഗ്രസിനും വട്ടപൂജ്യം, CPM-നും വട്ടപൂജ്യം. 35 കൊല്ലം ഭരിച്ച സ്ഥലം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? ജനങ്ങൾ വേർത്ത് ജനങ്ങളിപ്പോ നാട്ടിലും വീട്ടിലും കയറ്റാതെ ചോന്ന കൊടിയും പിടിച്ചിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അടിച്ചിട്ട് പേപ്പട്ടിനെ അടിക്കുമ്പോൾ അടിക്കല അവിടുത്തെ നാട്ടുകാർ. അടിച്ചോടിക്കല. അങ്ങനെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് സംജാതമാവുന്നത്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് മാർക്സിസ്റ്റുകാരൊന്നും ആലോചിക്കുന്നത് നല്ലതാണ്. അതേപോലെ ത്രിപുര എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഇക്കൂട്ടർ ഭരിച്ചാണ്. അവിടെ ഒരു 30 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചാണ്. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും ഇവരെന്നെ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വരും. BJP-ക്ക് അവിടെ ആകെ 2% വോട്ട്, ഇവിടെ 3% വോട്ടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ BJP അവിടെ അധികാരത്തിലെത്തിച്ചു. 0 സീറ്റിൽ നിന്ന് ഭരണകക്ഷിയായി BJP ഭരിക്കുകയാണ്. ഇപ്പൊ 2 ടേമായിട്ട് BJP ഭരിക്കുകയാണ്. CPM-ന് സീറ്റില്ല. ആകെ വെല്ലലുണ്ടാവുന്ന 3-4 സീറ്റ്. ഇപ്പൊ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേണം. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും 99% പഞ്ചായത്തും BJP മാത്രമാണ് ജയിച്ചത്. എതിരില്ലാണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും ഒരാളെ കിട്ടുന്നില്ല. അത്തരം ദയനീയമായ സാഹചര്യമാണ് പാർട്ടിയുടെ 2 ശക്തി കേന്ദ്രങ്ങളായിരുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? ഒരു കാലത്ത് ഇവർ പറഞ്ഞിരുന്നു ഇന്ത്യ ഞങ്ങൾ ഭരിക്കും. 1950-കളിലൊക്കെ 51-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 56-ൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. നമ്മുടെ AKG ഉണ്ട്, AK ഗോപാലൻ. അദ്ദേഹം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു.
പ്രതിപക്ഷ നേതാവായിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നോ പോയി അന്ന് കേരളത്തിൽ നിന്നൊക്കെ എത്ര എം പിമാർ പോകും? ഇപ്പൊ ഒരു എം പി ഉണ്ട് CPM-ന്, ഒരു എം പി. BJP-ക്ക് എത്ര എം പി ഉണ്ട്? BJP-ക്ക് ഒരു എം പി തന്നെ. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ. CPM-ന് ഒരു എം പിയാണ്, BJP-ക്ക് സുരേഷ് ഗോപി ജയിച്ചു തൃശ്ശൂരിൽ ഒരു എം പിയാണ്, CPM-ന്റെ ആദർശം ജയിച്ചു. അതാണ് CPM ജയിച്ച 5-8 പാർട്ടികളുടെ മുന്നണിയാണ്. BJP-യുടെ ശക്തിയുള്ളൂ, സുരേഷ് ഗോപിയുടെ കഴിവുള്ളൂ, അവിടെ ജയിച്ചു. 6-7 കോർപ്പറേഷൻ ഉണ്ട് കേരളത്തിൽ. CPM-ന് എത്ര കോർപ്പറേഷൻ ഉണ്ട്? 1. ഭൂരിപക്ഷമൊന്നുമില്ല. കോഴിക്കോട്. BJP-ക്ക് എത്രയുണ്ട്? BJP-ക്ക് 1 തന്നെയാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ ഈ കേരളത്തിലെ മാറി വരുന്ന ചിത്രം, ആ ചിത്രം കാണാതെ നെകളിച്ച് നെഞ്ഞും വിരിച്ച് നിരപരാധികളുടെ മെക്കിട്ട് കയറാനും ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എതിരാണ്. കോഴിക്കോട് കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ മാനേജർ, ആ സ്കൂൾ മാനേജർ ഒരു സ്കൂൾ പണിതു. അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്കൂളാണ്. കെട്ടിടം പണിതു, പുതിയൊരു കെട്ടിടം പണിതാണ് മാനേജർ. 10-35 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടൊരു ഹോള് പണിതു, നല്ല കെട്ടിടം പണിതു. അപ്പൊ മറ്റേ ഷെഡിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിൽ പുതിയ കെട്ടിടം പണിതപ്പോ ഒരു ഗണപതി ഹോമം നടത്തും. ഗണപതി ഹോമം നമ്മളൊരു വീട്ടിൽ കൂടലിന് ഗണപതി ഹോമം നടത്തൂലേ? അങ്ങനെ ഒരു ഗണപതി ഹോമം നടത്തി. ഇവിടെ ഒരു തീവ്രവാദികളുടെ ചാനലുണ്ട്, മീഡിയ വൺ എന്ന് പറഞ്ഞ ആ ചാനൽ പറഞ്ഞു, പൊതുവിദ്യാലയത്തിൽ ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു, മതേതരത്വം ഇതാ തകരാൻ പോവുകയാണ്. വാർത്ത വന്നു. വാർത്ത കേൾക്കേണ്ട താമസം CPM-ന്റെ DYFI-ക്കാരൻ. ഇപ്പം കുറച്ചു കാലമായിട്ട് എവിടെയും കാണുന്നില്ല. ഇപ്പം ഭരണകക്ഷിയായതുകൊണ്ട് അടിയും പിടിയും സമരമൊന്നുമില്ല. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പച്ചടിയിൽ അച്ചാർ വിറ്റിയ പോലത്തെ ഒരു കൊടിയുള്ള ഒരു സംഘടനയില്ലേ, ആ സംഘടന തന്നെ DYFI എന്ന് പറയുന്നു. DYFI അവിടത്തേക്ക് മാർച്ച് നടത്തി. എന്താണെന്നറിയോ? ഗണപതി ഹോമം നടത്തിയതിന് മാനേജർ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഗണപതി ഹോമം നടത്തിയ മാനേജറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതേത് ലോകം? ഇതേത് രാജ്യം? ഇതെന്താ സൗദി അറേബ്യ? ഇതെന്താ ചൈന? കമ്മ്യൂണിസ്റ്റ് രാജ്യമാണോ ഇത്? കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഇതുപോലെയാണ്. ഇവിടുത്തെ ചില മുസ്ലിം സഹോദരന്മാരൊക്കെ ഇപ്പോൾ നോമ്പ് മാസമല്ലേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ള ചൈനയിൽ ഉദാഹരണമാണ്. ചൈനയിൽ നോമ്പെടുത്തു എന്ന് പറഞ്ഞു, അവിടുത്തെ മുസ്ലിങ്ങളെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിടിച്ച് ജയിലടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും 100 ആളെ പിടിച്ച് ജയിലടച്ചു. എന്താ തെറ്റെന്നറിയോ ചെയ്ത്? നോമ്പെടുത്തു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയാണ് മുസ്ലിങ്ങളെ. അതാണ് കമ്മ്യൂണിസ്റ്റ് മധുര മനോജ്ഞ ചൈനയിൽ നടക്കുന്ന കാര്യം. അവർക്ക് പറ്റുന്നിടത്ത് അവർ ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറുന്നത് പോലെ ചൈനയിൽ മുസ്ലിങ്ങളുടെ മെക്കിട്ട കയറുന്നത്. അവരെ ഉറുഗായ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുണ്ട്, ആ മുസ്ലിങ്ങളെ പിടിച്ച് ജയിലടച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. 1000-കണക്കിന് ആളുകൾ ജയിലിലുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയാണെന്ന് പറയാമല്ലോ. ലോകത്തെവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിടത്തത് തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടോ? എവിടെയെങ്കിലും പ്രതിപക്ഷത്തെ പാർട്ടിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സോവിയറ്റ് യൂണിയൻ 1917 സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വന്നത് മഹത്തായ സോവിയറ്റ് വിപ്ലവം എന്നവർ പറയും. 1917 എന്താ മഹത്തായ സോവിയറ്റ് വിപ്ലവം എന്നറിയോ? അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബോൾഷെവിക് പാർട്ടി. ആ ബോൾഷെവിക് പാർട്ടി തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് അവരുടെ പാർലമെന്റ് അംഗങ്ങൾ ഡ്യൂമ അവര് പാർലമെന്റ് കൂടുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എംപിമാരെ പോലുള്ള ഡ്യൂമയിലെ അംഗങ്ങൾ പാർലമെന്റ് കൂടുമ്പോ ലെനിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പാർലമെന്റ് കൂടുന്ന സന്ദർഭത്തിൽ
പാർലമെന്റിനുള്ളിൽ കിടന്ന് ആ എംപിമാരെ ഡ്യൂമ അംഗങ്ങളെ മുഴുവനും പിടിച്ച് പുറത്തുകൊണ്ടുവന്ന് പുറത്തിട്ട് വെടിവെച്ചു കൊന്നു. അങ്ങനെ വെടിവെച്ചു കൊന്ന് കൊല്ലുകയായിരുന്നു. അങ്ങനെ വെടിവെച്ചു കൊന്നിട്ട് അവിടുത്തെ അധികാരം വിപ്ലവം തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തതിനെയാണ് മഹത്തായ സോവിയറ്റ് വിപ്ലവം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. തെരഞ്ഞെടുപ്പിലൂടെയല്ല സോവിയറ്റുള്ള അധികാരത്തിൽ വന്നത്. ചൈനയിൽ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ചൈനയിൽ മാവോട് നേരത്തെ ലോങ് മാർച്ച് എന്ന് പറഞ്ഞൊരു മാർച്ച് നടത്തി. മാർച്ച് നടത്തിയിട്ട് ചൈനയിലെ ഭരണം തോക്കിൻകൂടിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു. വെടിവെച്ച് അവിടുത്തെ ഭരണാധികാരികളെ കൊന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം ജനാധിപത്യത്തിലൂടെ കൊണ്ടുവന്നിട്ടില്ല. അവരെല്ലായിടത്തും അക്രമത്തിലൂടെയും തോക്കിലൂടെയും വിപ്ലവത്തിലൂടെയും ചോരകരുത്തിലൂടെയുമാണ് അധികാരം പിടിച്ചടക്കിയത്. റഷ്യയുടെ നേതൃത്വത്തിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കി. എല്ലായിടത്തും ഭരണാധികാരികളെയും ജനാധിപത്യത്തെയും കൊലയിലാണ് പിടിച്ചെടുത്തത്. അവരുടെ ചോര കൊണ്ട് ചുവന്നതാണ് അവരുടെ ചുവന്ന കൊടിയെന്നാണ് അവർ പറയാം. നിരപരാധികളെ കൊന്ന് ചോര കൊണ്ട് ചുവന്ന കൊടിയാണ്. അവരുടെ പ്രത്യയശാസ്ത്രം ഒരു വർഗ സംഘടന എന്ന് പറയാം. വർഗ സംഘടന എന്ന് പറഞ്ഞാൽ ഉള്ളവരും ഇല്ലാത്തവരും നമ്മളുടെ സംഘടന എന്നാ പറയാം. പക്ഷെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ പിടിച്ചടക്കുക. സോവിയറ്റ് യൂണിയനിൽ മാത്രം 4 കോടി ആളുകളെ പാർട്ടിക്കാരായ ആളുകളെയാണ് കൊന്നത്. പ്രതിവിപ്ലവകാരികൾ എന്ന് പറഞ്ഞത് 4 കോടി. ചൈനയിൽ 2 കോടി ആളുകളെ കൊന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടക്കൊല ചെയ്ത പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രമാണ് ലോകത്തൊരു യുദ്ധത്തിലും 1ാം ലോക യുദ്ധത്തിലും 2ാം ലോക യുദ്ധത്തിലും കൊന്നതിനേക്കാൾ ആളുകളെ നിരപരാധികളെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസമാണ് മനുഷ്യത്വത്തിന്റെ പേര് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിടത്തെല്ലാം സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തകർന്ന തരിപ്പണമായി. അവര് ബലപൂർവ്വം പിടിച്ചടക്കിയ എല്ലാ രാജ്യങ്ങളും പിരിഞ്ഞുപോയി. എന്തായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ നാട്ടിൽ നാട്ടിപ്പാട്ട് എന്ന് പറഞ്ഞൊരു കൃഷിപ്പയെടുക്കുമ്പോൾ സ്ത്രീകൾ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടന്ന് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചിട്ട് പാടിയിരുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ നാടിനെ കുറിച്ചുള്ള മഹത്വം. സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിലെന്തു ഭാഗ്യം, ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിലെന്തു ഭാഗ്യം എന്ന് പാട്ട് പാടുമായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ പറയും, ഇതുപോലെ യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സോവിയറ്റ് യൂണിയനിലൊക്കെ എന്തൊരു സുഖമാണ്, അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും തൊഴിലാണ്, എല്ലാവർക്കും ഭക്ഷണമാണ്, എല്ലാവർക്കും ആരോഗ്യമാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്, എല്ലാവർക്കും സമത്വമാണ് എന്നെല്ലാം പറഞ്ഞ് കത്തി കയറിയിട്ട് ചില ആളുകൾ പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയനിൽ സ്ത്രീകൾ പ്രസവിക്കുമ്പോ അവർക്ക് പ്രസവവേദന വരെ ഇല്ലെന്ന് പറയും. അങ്ങനത്തെ നാടാണ്, സ്വർഗമാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത്. ഇന്നെന്തായി? അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? തകർന്നു വരുമാനമില്ലേ? അതുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാർ കുറെ കാലം അധികാരത്തിൽ നിന്നിട്ട് അതെല്ലാം പോയി. ആ ബലത്തിലാണ് നമ്മുടെ രാജ്യത്തിലും അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ അവരുടെ ഈ നിലയിലുള്ള തെറ്റായ നയങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ അവരെ തിരുത്തിച്ചത്, അവരധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നിപ്പോ കേരളത്തിലാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു കാലത്ത് പരിപൂർണമായി നിയന്ത്രിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്നിപ്പോ ആ ഇടതുപക്ഷ ബ്ലോക്കിന് ആകെ പാർലമെന്റിലുള്ള കേരളത്തിൽ ഒരു MP, തമിഴ്നാട്ടിൽ 2 MP, ആകെ 3 MPമാരാണുള്ളത്. തീർന്നു. 540 പാർലമെന്റ് അംഗങ്ങളുണ്ട്, MPമാര്. അതിലാണ് ഇവരുടെ ആളുകൾ ആകെ 3-4 ആളുകൾ ഉള്ളത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന രാജ്യസഭാ MPമാർ രാജ്യസഭയിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കും. നമ്മളെ ഇങ്ങളെ തിരുവനന്തപുരംകാരനായ A. റഹീമിനെ പോലത്തെ ആളുകൾ ഇംഗ്ലീഷ് പ്രസംഗിക്കും. അതുപോലെ തന്നെ
രാജ്യസഭയിൽ ഒച്ചപ്പാടുണ്ടാക്കും, 4-5 ആളുകൾ, തീർന്നു. ഇതിനപ്പുറം ഒന്നുമില്ല. ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും ജനവിധി എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്നതാണ്. നമ്മുടെ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ്, ഈ പാർട്ടിയെ ജയിപ്പിച്ചിരുന്ന ആളുകളാണ്. അവര് കണ്ടുകൊണ്ടിരിക്കുന്ന, അവര് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഏത് രംഗത്തും അഴിമതി, കൊള്ള. ശബരിമല ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് വരെ കക്കുക എന്ന് പറഞ്ഞാൽ, കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ മുഴുവനും കൊള്ളക്കാരും കള്ളന്മാരുമായിട്ട് മാറി. സർക്കാരിന്റെ എല്ലാം കൊള്ള നടത്തുകയാണ്. ഇപ്പൊ ഇന്നലെ പുറത്തു വന്നു, കേരളത്തിലൊരു മന്ത്രിയുണ്ട്, KSRTCന്റെ മന്ത്രി ഗണേശൻ. അയാള് വിദേശത്തേക്ക് അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കരാറൊക്കെ കൊടുത്തിരിക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. ഭാര്യയായിട്ട് ഞാൻ നടിയായി, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ സ്വന്തക്കാർക്കാണ് ഇതെല്ലാം, എല്ലാം വീതിച്ചു കൊടുക്കുന്നത് സ്വന്തക്കാർക്കാണ്, മക്കൾക്കാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്കളൊക്കെ വലിയ വലിയ ആളുകൾക്ക് കരിമണൽ കർത്തയുടെ അടുത്തുനിന്നും വലിയ മുതലാളി വർക്കെന്നും മാസപ്പടി വാങ്ങുന്നു. ആ മാസപ്പടി 10 ലക്ഷം 20 ലക്ഷം ഒക്കെ മേടിക്കുന്നു. എല്ലാവർക്കും ഇത് തന്നെ പരിപാടി. അങ്ങനെ അഴിമതി നടത്തി കട്ടുമുടിച്ച് ഈ സംസ്ഥാനത്തെ ജനവിരുദ്ധ ഭരണമായിരിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പം മെയ് മാസമാവുമ്പോ നമ്മുടെ ഈ രാജ്യത്ത് ഒരു ഭൂപടം എടുത്തു വെച്ചാൽ, ആ ഭൂപടത്തിലെ 10-30ഓളം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എടുത്തു വെച്ചാൽ, ഈ ചുവന്ന സാധനമില്ല, ചുവന്നത് ഒരു കുത്തുപോലും, ഒരു പൊട്ടുപോലും ഈ രാജ്യത്തുണ്ടാവില്ല. ഇപ്പൊ ഒരു പൊട്ടുപോലെ ഒരു കേരളമുണ്ട്, അതും കൂടി മാഞ്ഞു. പിന്നെ ഈ ചോകപ്പ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം അത് ഈ രാജ്യത്തുണ്ടാവില്ല, മാർക്സിസ്റ്റുകാരാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ചില ആളുകൾ കളിക്കുമ്പോൾ നാട്ടുകാരവരോട് പറയേണ്ടത്, കൊഞ്ചം തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ നിന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളെ തുള്ളൽ അത്രയേ ഉള്ളൂ. ആ തുള്ളൽ ഈ മെയ് മാസത്തോടുകൂടി അവസാനിക്കും. പിന്നെ നിങ്ങൾ അനങ്ങൂല, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റൂല. നിങ്ങളിപ്പോ പോലീസിനെയൊക്കെ കണ്ടിട്ട് കളിക്കും. ഇതേ പോലീസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണം മാറുമ്പം ഇതേ നിങ്ങളെ തന്നെ അടിച്ച് തലകൂട്ടിക്കും. അതുകൊണ്ട് അത് ഈ നാട്ടുകാർക്ക് കാണാൻ ആകെ ഒരു മാസത്തെ താമസം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ പോലീസുകാർ RSR പിടിച്ചു പോയിട്ട് അവരുടെ ഡ്രസ് ഊരിയിട്ട് അവരുടെ സാഡീസം കാണിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് ഇതേ കാര്യം ചെയ്യുക. പോലീസിന് ആൾപ്പിടിയൻ ആൾഭേദമൊന്നുമില്ല. ഓൻ ആരെയാ കിട്ടുന്ന വെച്ചാൽ അത് ചെയ്യും. ഇപ്പം നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പലിശയും കൂട്ടിന് നിങ്ങൾക്ക് കിട്ടുമെന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ അധികാരത്തിന്റെ ബലത്തിലും തിണ്ണബലത്തിലും മുഷ്കിലുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ പലിശക്ക് കൂട്ടിയിട്ട് തിരിച്ചു വാങ്ങേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്? നമ്മുടെ ഈ സംസ്ഥാനം 4.5 ലക്ഷം കോടി രൂപ കടത്തിലാണ്. 4.5 ലക്ഷം കോടി രൂപയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഇവരിങ്ങനെ നുണ പറഞ്ഞങ്ങനെ ഫലിപ്പിക്കുകയാണ്. ആ ഉദ്ഘാടനം ചെയ്യുമ്പോ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 2 റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 2-3 മന്ത്രിമാരൊക്കെ അതിൽ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട വകുപ്പുകളെ. അപ്പൊ അതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല എന്ന കാരണം പറഞ്ഞ് കേരള ഗവൺമെന്റ് ആരും ആ പരിപാടി പങ്കെടുത്തില്ല. മുഹമ്മദ് റിയാസാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. 2 മാസം മുമ്പ് ഒരു മഴ പെയ്തു. മഴ പെയ്യുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡാണല്ലോ, പെട്ടെന്ന് നടക്കുന്ന പണിയാണ്. കരാറുകാരുടെ വീഴ്ച ഉണ്ടാവും. 2-3 സ്ഥലത്ത് നല്ല മഴ പെയ്തപ്പോ റോഡ് ഒലിച്ചുപോയി. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നുണ്ടല്ലോ,
അതും നമ്മളെ കേരള ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് കേന്ദ്രത്തിന്റെയാണ്. അത് നരേന്ദ്രമോദിയോട് ചോദിക്കണം, അത് നിതിൻ ഗഡ്കരിയോട് ചോദിക്കണം, അത് ദേശീയപാത അതോറിറ്റിയോട് ചോദിക്കണം. നമ്മളോട് പറയണ്ട, നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പൊ മഴവെള്ളത്ത് റോഡൊലിച്ചു പോകുമ്പോ അത് നരേന്ദ്രമോദിന്റെ റോഡ്, ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി പോകുന്നില്ല, മന്ത്രിമാരും പോകുന്നില്ല. എന്നിട്ട് അവർ പറയുന്നത് കേരളം മാത്രമാണ് ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി പൈസ കൊടുത്തത് എന്നാണ്. 5000 കോടി കൊടുത്തു എന്നാണ് പറയുന്നത്. 5000 കോടി ഭൂമി എടുക്കാൻ വേണ്ടി കൊടുത്തു എന്നാണ്. കേരളത്തിൽ ഇത് കൊടുക്കാൻ കാരണം വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണ് ഇവിടുത്തെ വില. പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഉത്തർപ്രദേശ് 47,000 കോടി കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട്. കർണാടക കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറവ് കൊടുത്ത സ്റ്റേറ്റ് കേരളം, 5000 കോടി. മഹാരാഷ്ട്ര നിതിൻ ഗഡ്കരിന്റെ സ്റ്റേറ്റാണ്, BJP ഭരിക്കുന്നതാണ്, അവര് 32,000 കോടി കൊടുത്തിട്ടുണ്ട്. കേരളമാണ് ഏറ്റവും കുറവ് കൊടുത്തത്. എന്നിട്ട് പറയുന്നത് എന്താണ്? പച്ചമ പറയാണ്, പച്ചമ കേരളം മാത്രമാണ് പൈസ കൊടുത്തത് എന്ന്. അപ്പൊ കേന്ദ്രം എത്ര കൊടുത്തു? കേന്ദ്രം 85,000 കോടി രൂപ ചെലവഴിച്ചു. ഇപ്പൊ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ദേശീയപാത അതോറിറ്റി, കേന്ദ്ര ഗവൺമെന്റ് അതിന് 85,000 കോടി ചെലവഴിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു വന്നു. എന്നിട്ട് ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞു, ഒരു വ്യക്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇത്തരം വികസന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നത്? ഇതുപോലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങളാകെ വെറുത്ത, ജനങ്ങളാകെ മടുത്ത ഒരു സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്, ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഇവിടെ ദേശഭക്തി ഗാനമാണ് പാടിയത്. ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പാടിയത് ഏത് പാട്ടാ പാടിയത്? ഭാരത ഏതാ പാട്ട്? പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാനായി തലവും വിട്ടുവരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേചന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി. ഇത്രയാണ് പാട്ടുകൾ, ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മഹാപുരുഷന്മാരെ കുറിച്ച്, ശ്രീനാരായണ രവിരന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു, ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തുവീടുന്നു. അങ്ങനെ മഹാന്മാരെ കുറിച്ച്, സന്യാസിമാരെ കുറിച്ച്, ദേശഭക്തന്മാരായിട്ടുള്ള മഹാപുരുഷന്മാരെ കുറിച്ച്, ചരിത്ര പുരുഷന്മാരെ കുറിച്ചൊക്കെ ആദരവ് അർപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പാട്ട് പാടി എന്നുള്ളതാണ് തെറ്റ്. അതിലേതെങ്കിലും ഒരു ജാതി, മതം, അല്ലെങ്കിൽ പാർട്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഒന്നുമില്ല. അതിന്റെ പേര് ദേശഭക്തി ഗാനം എന്നാണ്. ഈ ദേശഭക്തി ഗാനം മലപ്പുറം ജില്ലയിലെ 3 വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ മുസ്ലിം മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ സ്കൂൾ യുവനോത്സവത്തിൽ ജില്ലാതലത്തിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് കുട്ടികൾ. അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയവർ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഈ പാട്ടാ പാടിയത്, ദേശഭക്തി ഗാനമായിട്ട് അവർ പാടിയത്. അപ്പൊ അത് പാടിയെന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ ആ വർഗീയ ഭീകരവാദി ചാനലുകാര് RSSന്റെ പാട്ട് പാടി. എന്താ RSSന്റെ പാട്ട്? ഞാനൊരു പാട്ട് പാടാം. പാട്ടുപാടല്ല, പറയാം. പാട്ടുപാടാൻ അറിയില്ല. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. ഒന്നേ നമ്മുടെ മധുര സ്വപ്നം, ഒന്നേ സങ്കൽപ്പം, ഒന്നേ നമ്മുടെ മാനസതാരിൽ സ്പന്ദന മൃദുതന്ത്രം. കരളിൽ കാൽത്തളിർ വെപ്പിലും ഒരു പോൽ ശ്രുതിലയ താളങ്ങൾ. ഇതൊരു പാട്ടാണ്, ഇതൊരു ദേശഭക്തിഗാനമാണ്. ഈ ദേശഭക്തിഗാനം RSSന്റെ ശാഖയിൽ പാടുന്നതാണ്. ഈ ദേശഭക്തിഗാനം ആരാ എഴുതിയെന്നറിയാമോ? ഈ ദേശഭക്തിഗാനം എഴുതിയത് ONV കുറുപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ തിരുവനന്തപുരത്ത് മത്സരിച്ച ONV കുറുപ്പ് എഴുതിയ പാട്ടായിരുന്നു. ഇത് ദേശഭക്തിഗാനമാണ്, അത് നമ്മൾ പാടാറുണ്ട്. ഇതേ ONV കുറുപ്പ് പാടിയ വേറൊരു പാട്ടുണ്ട്.
നമ്മ വിളിപ്പൂ നല്ല ഹൈമോദോ ഊവി തിങ്കൾ കലയാൽ തിലകൻ ചാർത്തും തുങ്ക ഹൈമോദോ ഊവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ പിന്നീട് ഇങ്ങനെ വരിക, ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ശത്രുപ്പടയുടെ നേരെ, മോഹമതത്തിൽ മുങ്ങിമയങ്ങിയ കാടത്തത്തിന് നേരെ, ഇവിടെ പുതിയൊരു താണ്ഡവമാടാൻ വരുന്നു ഭാരത വീരന്മാർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് ചൈന നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചു 1963. 1963 ചൈന നമ്മളെ ആക്രമിച്ചപ്പോ ആ ചൈനക്ക് അനുകൂലമായി മാർക്സിസ്റ്റ് പാർട്ടി നിന്നു. ശത്രു രാജ്യം നമ്മളെ ആക്രമിച്ചപ്പോ ശത്രുവിന്റെ കൂടെ നിന്നു. ശത്രുവിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിട്ട് നേതാക്കന്മാരെല്ലാം ജയിലടച്ചു. ജയിലെടുത്ത കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. അതിൽ VS അച്യുതാനന്ദനുണ്ട് ജയിലിൽ കിടക്കുന്നു. അന്നത്തെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ജയിലിൽ കുറെ കിടന്നപ്പോ എന്തിനാ ജയിലടച്ചതെന്ന് വെച്ചാൽ അന്ന് EMS പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശത്തിനു വേണ്ടിയാണ് യുദ്ധം. എന്താ പറഞ്ഞത്? ഇന്ത്യ പറയുന്നത് ഇന്ത്യന്റെയാണ്, ചൈന പറയുന്നത് ചൈനയുടേതാണ്. അതിനു വേണ്ടിയാ തർക്കം. അപ്പൊ ഇവരെവിടെയാ ജീവിക്കുന്നത്? നമ്മളാണെന്ന് പറയുന്നൊന്നും പറയുന്നില്ല. ഇന്ത്യ ഇന്ത്യയുടേതെന്ന് പറയുന്നു, ചൈന ചൈനയുടേതാണ്. അതിനാ തർക്കം. ഇതാണ് നിലപാട്. അങ്ങനെ ജയിലടച്ചു. ജയിലിലടച്ചപ്പോ അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യവ്യാപകമായിട്ട് പട്ടാളക്കാരായ ആളുകൾക്ക്, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് രക്തം ദാനം ചെയ്യാൻ വേണ്ടി രാജ്യത്തെ ഗവൺമെന്റിന്റെ ആഹ്വാനം ഉണ്ടായി. അന്ന് ഇന്ദിരാഗാന്ധിയാണ്, ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി. ഗവൺമെന്റ് ആഹ്വാനം ഉണ്ടായി. അങ്ങനെ ആ ഗവൺമെന്റ് ആഹ്വാനപ്രകാരം ജനങ്ങൾ ക്യൂ നിന്നിട്ട് പട്ടാളക്കാർക്ക് ചോര കൊടുക്കണം. അങ്ങനെ ചോര കൊടുക്കുന്ന കൂട്ടത്തിൽ ജയിലിലുള്ള ആളുകൾ തടവുള്ളികളും ചോര കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചോര കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അച്യുതാനന്ദൻ ജയിലിലുള്ളത് VS ഈ ചോര കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ക്യൂ നിന്നിട്ട് രക്തം കൊടുത്തു ജയിലിന്റെ ഉള്ളിൽ. മനസ്സിലാക്കണേ, നമ്മുടെ പട്ടാളക്കാർക്ക്, യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർക്ക്, അവർക്ക് പരിക്കേറ്റാൽ രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് രാജ്യവ്യാപകമായി ചോര കൊടുക്കുമ്പോ, ജയിൽ പുള്ളികളും ചോര കൊടുക്കുമ്പോ VS അച്യുതാനന്ദൻ ചോര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അച്യുതാനന്ദനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് VSനെ ആദ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇവരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഇവർക്ക് എന്ത് രാജ്യസ്നേഹമാണത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പിളർന്നു. 64 ആ പിളരാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമല്ല, നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രശ്നത്തിന്റെ പേരിലുമല്ല പിളർന്നത്. ഒരു കൂട്ടർ പറഞ്ഞു ചൈനയോ നല്ല രാജ്യം, മറ്റേ കൂട്ടർ പറഞ്ഞു റഷ്യ നല്ല രാജ്യം. അപ്പൊ ചൈനയാണോ റഷ്യയാണോ നല്ലതെന്നുള്ള തർക്കത്തിലാണ് പാർട്ടി പിളർന്നത്. ഇന്ത്യയെ കുറിച്ചുള്ള തർക്കമില്ല, ഈ രാജ്യത്തിനെ കുറിച്ച് അവർക്ക് മുന്നോട്ടുമില്ല. രണ്ട് വിദേശ രാജ്യത്തെ കുറിച്ചുള്ള തർക്കത്തിലാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി, ചൈനയിലെ വിപ്ലവമാണ് ശരിയെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും, ചൈനയിലെ വിപ്ലവം തെറ്റാണ്, റഷ്യയിലെ വിപ്ലവം ശരിയെന്ന് CPIയും പറഞ്ഞു. അങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു വന്നു. അങ്ങനെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത്. നമ്മുടെ രാജ്യവുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പ്രശ്നത്തിൽ പാർട്ടി രണ്ടായിട്ട് പിളർന്നിട്ട് ഇപ്പോ രണ്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ചൈന മുതലെടുത്ത രാജ്യമായി, റഷ്യ തകർന്ന് തരിപ്പണമായി. എന്നിട്ട് പാർട്ടി രണ്ടെണ്ണയാണ്, യോജിക്കുന്നില്ല. ഇവരാണ് ജനങ്ങളെ യോജിക്കുവാൻ വേണ്ടി നോക്കുന്നത്. ഇവരിപ്പോഴും രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞു വന്നത് അവർക്ക് ഈ രാജ്യത്തോടല്ല കൂറ് എന്നുള്ളതാണ്. ഈ രാജ്യത്തോടാണ് കൂറുണ്ടെങ്കിൽ ചൈനയും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവിടെ പാർട്ടി വളരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പാർട്ടി വളർന്നല്ലോ. അങ്ങനെ വിദേശ രാജ്യത്തോടാണ് കൂറ്. ഇപ്പോ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ആരുടെ കൂടെയാണ്? അവർ പറയുന്നത് മോഡി അനങ്ങുന്നില്ല, ഇന്ത്യ അനങ്ങുന്നില്ല, ഇന്ത്യ ഇറാന്റെ കൂടെ കൂടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. നമുക്കെങ്ങനെ പങ്കെടുക്കാൻ പറ്റുമോ? നമ്മളെ രാജ്യത്തു നിന്നുള്ള 1 കോടിയിലധികം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. GCC രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ, സൗദി ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ആ മേഖലയിൽ മുഴുവനും ഉണ്ട്. ഇറാൻ അവിടെ പോയി ബോംബിടുകയാണ്, മിസൈൽ ഇടുകയാണ്,
ഇന്ത്യക്കാരടക്കം മരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് നമ്മൾ ഇറാന്റെ കൂടെ നിൽക്കണമെന്നാണ്. നമ്മൾ ഇറാന്റെ കൂടെ നിൽക്കേണ്ട കാര്യം എന്താ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു വർഷം മുമ്പ് പാകിസ്ഥാനും നമ്മളും തമ്മിലൊരു യുദ്ധമുണ്ടായി, ചെറിയൊരു യുദ്ധം. അന്ന് ഇറാൻ ആരുടെ ഭാഗത്താണ്? അന്ന് ഇറാൻ പാകിസ്ഥാന്റെ ഭാഗത്താണ്. നമ്മളെ ഭാഗത്ത് നിന്നില്ല. നമ്മളെ സഹായിക്കാത്തവര് നമ്മളെന്തിനാ സഹായിക്കുന്നു? നമ്മളെ സഹായിക്കേണ്ടവരെ നമ്മളെ സഹായിക്കണം. അപ്പൊ നമ്മളെ സഹായിക്കാത്തവരെ നമ്മളെ സഹായിക്കേണ്ട കാര്യമില്ല. അതാണ് അന്താരാഷ്ട്ര പോളിസി. അന്താരാഷ്ട്ര രംഗത്ത് സ്ഥിരം ശത്രുക്കളുമില്ല, സ്ഥിരം മിത്രങ്ങളുമില്ല. സഹായിക്കുന്ന ആളെ തിരിച്ച് സഹായിക്കുക, അതേ പറ്റും, അതേ ചെയ്യും. അപ്പൊ പണ്ട് ചേരിചേരാനായ സ്വീകരിച്ചു എന്നാ. ചേരിചേരാനായ ഒരു ഭാഗത്ത് നിൽക്കാനല്ലല്ലോ. നമ്മളിപ്പോ ഒരു ഭാഗത്ത് നിന്നിട്ടില്ലല്ലോ. നമ്മള് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളെന്താ ചെയ്തിരിക്കുന്നത്? ഇറാന്റെ ഒരു കപ്പൽ പെട്ടുപോയി എന്ന് പറഞ്ഞു, നമുക്ക് രക്ഷകരണം എന്ന് പറഞ്ഞു. ആ കപ്പൽ നമ്മൾ തീരത്ത് അടുപ്പിച്ചിട്ടാണ്, കൊച്ചിയിൽ അടുപ്പിച്ചാണ് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൽ 150-200 ആളുണ്ട് ഇറാൻകാർ. നമ്മളവരൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് രക്ഷ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യത്വപരമായ കാര്യം നമ്മൾ ചെയ്യും. നമ്മള് ഇറാനുമായിട്ട് നമ്മളെ കപ്പലാണ് ഹോർമൂസ് കടലെടുക്കൽ, അതിലൂടെ എണ്ണ വരേണ്ടത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അവരോട് സംസാരിച്ചു. നമ്മൾ 2 കപ്പൽ വിട്ടു. അതിപ്പോ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തിയിട്ടുണ്ട്, അത് തീരത്തെത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകം മുഴുവനും എണ്ണയുടെ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇവിടത്തെ എന്താ പറയുന്നത്? ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണ വാങ്ങാൻ നിർത്തി എന്നൊക്കെ പറയുന്നു. അപ്പൊ വാങ്ങാൻ തീരുമാനിച്ചാരാ? ഇവരാ വാങ്ങാൻ തീരുമാനിച്ചാരാ? അമേരിക്കയുടെ ഭീഷണിക്കിടയിലും എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദി തന്നെയല്ലേ, ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയല്ലേ. പക്ഷെ വെറുതെ ഇങ്ങനെ കുറ്റം പറയാം. നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ആ യുദ്ധ അതിർത്തിയിൽ മാത്രമായിരിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് എണ്ണ കൊണ്ടുവന്നിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. നമ്മളുടെ ഗ്യാസും അതുപോലെ വാതകവും നമ്മുടെ എണ്ണയും വലിയ തോതിൽ പുറത്തുനിന്ന് വരുന്നതന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണ് കിട്ടാവുന്നിടത്തെല്ലാം വാങ്ങി വെക്കുന്നത്. അപ്പൊ റഷ്യയുടെ അടുത്ത് നിന്ന് കുറഞ്ഞ വിലക്ക് മേടിക്കുന്നു, നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ 2 വർഷമായിട്ട് നമ്മുടെ എണ്ണയുടെ വില കയറുന്നില്ലല്ലോ, പെട്രോളിന്റെ ഡീസലിന്റെ വില കയറുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇതുപോലെ കിട്ടുന്നിടക്കെല്ലാം മേടിക്കുന്നു, ശേഖരിച്ച് വെക്കുന്നു. രാജ്യത്ത് മുഴുവനും വിലക്കയറ്റുണ്ടാകുന്നു. ഇവിടെ ഇപ്പൊ വിലക്കയറ്റില്ല, നമ്മുടെ സ്റ്റഡിയായി നിർത്തുകയാണ്. അങ്ങനെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ട് ഇതുപോലെ പച്ച നുണ പറയാം. ഇവരുടെ ഒരു തോമസ് ഐസക് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഒരാള് ആ പോസ്റ്റിനെ കുറിച്ച്, ആ ഒരു ചെറിയ പോസ്റ്റ് അയാൾ 15 തെറ്റ് വരുത്തിയിരിക്കുകയാണ്. 15 തെറ്റ്. ഇന്ത്യന്റെ കപ്പൽ ആക്രമിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്ന ഒരു മന്ത്രിയാണ്. ആദ്യമായി ഇസ്രായേൽ പോകുന്ന പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നരേന്ദ്രമോദി യുദ്ധം തുടങ്ങുന്നതിന്റെ 48 മണിക്കൂർ മുമ്പിൽ ഇസ്രായേൽ പോയി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2017 മോദി അവിടെ പോയിട്ടുണ്ട് ഇസ്രായേൽ. ഇതുപോലും അറിയാണ്ടാണ് എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഇതുപോലെ നടക്കുകയാണ്. അങ്ങനെ നടത്തിയിട്ട് എന്താണ് മെച്ചം? ഈ രാജ്യത്തെ തകർക്കുന്നതുകൊണ്ട്, രാജ്യം മോശമാണ് എന്ന് പറയുന്നതുകൊണ്ട്, രാജ്യം വികസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ മെച്ചം? ഇങ്ങനെ പ്രചരണം നടത്തിയിരുന്ന കാര്യം? എപ്പോഴും കുറ്റം പറയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ശൈലി. അതുകൊണ്ടാണ് ഇവരിങ്ങനെ തോറ്റ് ഏറ്റവും അവസാനം ഈ രാജ്യത്ത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത പാർട്ടിയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒറ്റുകൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് നമ്മുടെ രാജ്യത്തെ നേതാക്കന്മാരെ മുഴുവനും ആക്ഷേപിച്ച പാർട്ടിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ നേതാവ് അല്ലി ചട്ട ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്നാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ധീരനായ ഒരു നേതാവിനെ മുദ്രാവാക്യം വിളിച്ചത്. ഗാന്ധി എന്താക്കി? ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നാണ് വിളിച്ചത്. ഗാന്ധിജിനെ വിളിച്ചതാണ്. ഗാന്ധി എന്താക്കി? ഇന്ത്യ മാന്തി പുണ്ണാക്കി. അവസാനം സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അവർ ചെയ്തത് നാവിക കലാപം നടത്തി. എന്തിനാ നാവിക കലാപം നടത്തിയെന്നറിയോ? അമേരിക്കയിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഗോതമ്പ്, ആ കപ്പല് തടയാൻ വേണ്ടിയിട്ട്, ഗോതമ്പ് കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ പട്ടിണി മാറ്റാനുള്ള ഗോതമ്പ് വരുതായി നാവിക പണിമുടക്ക് നടത്തി. അവസാനം പട്ടാളത്ത് ഇറക്കിയിട്ട് അന്നത്തെ ഗവൺമെന്റ് ഗോതമ്പിന്റെ കപ്പൽ കരക്കെത്തിച്ചു. ഇറക്കുമ്പോൾ തൊഴിലാളികളുടെ പണിമുടക്ക് നടത്തി. എന്നിട്ട് ട്രെയിനിൽ കയറ്റുമ്പോൾ ട്രെയിനിലെ തൊഴിലാളികളുടെ പണിമുടക്ക് നടത്തി.
അങ്ങനെ ജനങ്ങളെ പട്ടിണിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ പണിമുടക്ക് നടത്തിയിട്ട് ജനങ്ങളെ പട്ടിണിക്ക് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ആഗസ്റ്റ് 15 അവർ വിളിച്ചെന്നറിയോ? ആപത്ത് 15. സ്വാതന്ത്ര്യം കിട്ടിയില്ല, ആപത്ത് 15. 5 കൊല്ലം അവർ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയില്ല. അവസാനം റഷ്യയുടെ പ്രസിഡന്റ് ഇവരെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവിടുന്ന് അന്നത്തെ പ്രസിഡന്റ് ക്രൂഷ്ചേവ് എല്ലാം സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ വെറുതെ കിട്ടിയില്ല എന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കൊടുത്തിട്ട് ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ബെർലിൻ കുഞ്ചൻ നായർ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവര് കപ്പലിൽ അങ്ങോട്ടേക്ക് പോയി റഷ്യ ക്ലാസ് എടുത്ത് തിരിച്ചു വന്നിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ 57 അംഗീകരിക്കുന്നത്, 56 അംഗീകരിക്കുന്നു. 10 കൊല്ലം കഴിഞ്ഞിട്ട്. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി. അങ്ങനെ നേതാക്കന്മാർ ഓരോരുത്തരും പാർട്ടി ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യും, തെറ്റിയും. എനിക്ക് കുറെ കഴിയുമ്പോൾ പറയും നമ്മൾ തെറ്റിതിരുത്തിയിരുന്നു. ഏറ്റവും അവസാനത്തെ തെറ്റിരുത്തലാണ് നമ്മൾ ഇന്ന് കണ്ട തെറ്റിരുത്തലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 5 കൊല്ലം മുമ്പ് എന്ത് പറഞ്ഞു? നടത്തണം എന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് പറഞ്ഞു? നടത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ചെയ്ത തെറ്റല്ലോ, അന്ന് ചെയ്ത പാവങ്ങളല്ലോ, അന്ന് ചെയ്ത പാതകങ്ങളല്ലോ, അന്ന് ഈ ആളുകളെ ജയിലിലടച്ചതോ, അന്ന് ഈ മർദ്ദനമുറ അഴിച്ചുവിട്ടോ, അന്ന് അയ്യപ്പന്റെ അവിടെ 2 കയറ്റി എന്ന് പറഞ്ഞല്ലോ, പോലീസുകാർ കൂട്ടിയിട്ട് 2 രാത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടല്ലോ പിണറായി വിജയൻ, ഇതാ ഞങ്ങൾ ആചാരം ലംഘിച്ചിരിക്കുന്നു, നവോത്ഥാനം നടത്തിയിരിക്കുന്നു എന്ന്. എന്നിട്ട് അതോ ആ പാപമോ ആ ആചാര ലംഘനമോ അതിപ്പോ എന്താണ്? അതിന് നിങ്ങൾ മാപ്പ് പറയോ? നിങ്ങളിപ്പോ നിലപാട് തിരുത്തി, നിങ്ങളിപ്പോ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അത് തയ്യാറുള്ളല്ലോ. അവരതിന് പുതിയ വ്യാഖ്യാനങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏതായാലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഹിന്ദു വിശ്വാസത്തെ, ആചാരങ്ങളെ തകർക്കാനുള്ള നീക്കത്ത് നിങ്ങൾ പിന്തിരിയണം. നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞ എന്താണ്? അമ്പലം പൊളിച്ച് കപ്പ നടണമെന്ന് പറഞ്ഞവരെ, ക്ഷേത്രം പൊളിച്ചിട്ട് കപ്പ നടണം. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്നു പറഞ്ഞവരാണ്. ഇവരുടെ കാലഘട്ടത്തിൽ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് തെറ്റാണെന്ന്, കുറി തൊടുന്ന തെറ്റാണെന്ന്, വീട്ടിൽ നിലവിളക്ക് തെളിക്കുന്നത് തെറ്റാണെന്ന്, ക്ഷേത്രത്തിൽ പോകുന്നത് പാപമാണെന്ന്, പാതകമാണെന്ന്, ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന്, ഹിന്ദുക്കളുടെ എല്ലാ വിശ്വാസത്തെയും തകർത്ത്, വിശ്വാസത്തെ ആക്ഷേപിച്ച്, വിശ്വാസികളെ അപമാനിച്ച്, വിശ്വാസികളെ ഒറ്റപ്പെടുത്തി, ക്ഷേത്രത്തിൽ പോകുന്ന വിലക്കി, ക്ഷേത്രത്തെ തകർത്ത്, ഇതിനെല്ലാം നശിപ്പിച്ച്, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന ഈ കൂട്ടത്തിൽ പള്ളിയുടെ നേരെ പോയിട്ടേ ഇല്ല നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ മുസ്ലിം പള്ളിക്കെതിരായിട്ട് അവർ മിണ്ടില്ല. റഷ്യയിൽ നേരെ മിണ്ടും, നമ്മുടെ നാട്ടിൽ മിണ്ടില്ല. അവിടെ പള്ളിയുടെ സംരക്ഷകരായിട്ട് അവർ വരും. അങ്ങനെ അതിനെ സംരക്ഷിക്കുന്ന ചാമ്പ്യന്മാരായിട്ട് വരും. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകന്മാർ നമ്മളെന്ന് പറയും. പക്ഷെ ഭൂരിപക്ഷത്തിന്റെയോ? ഇവരുടെ ജാഥയ്ക്ക് നീളം കൂട്ടുന്ന പട്ടികവർഗവും ഒബിസിയും ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളായ ആളുകളുണ്ട്. അവരാണ് പാർട്ടിയുടെ വോട്ട് ബാങ്ക്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങൾ എടുത്താൽ ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണെന്നറിയോ? JB കോശി കമ്മീഷനെ നിയമിച്ച മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളൊക്കെ 34 കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഗവൺമെന്റ് 34 കാര്യങ്ങൾ. അതിന് മുമ്പത്തെ ഗവൺമെന്റ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ വന്നു. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷൻ റിപ്പോർട്ട് കൂടെ അംഗീകരിച്ചു. ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ. ഇവിടെ 54% ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടത്തെ ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ലേ? വീടില്ലാത്ത എത്ര ഹിന്ദുക്കളുണ്ട്? രോഗികളായ എത്ര പേരുണ്ട്? തൊഴിലില്ലാത്ത എത്ര പേരുണ്ട്? പട്ടിണി പാവങ്ങൾ എത്ര പേരുണ്ട്? നരകയാതന അനുഭവിക്കുന്നവർ എത്രയുണ്ട്? സ്വന്തമായൊരു വാസസ്ഥലമില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികജാതി പട്ടികവർഗത്തിലും പാവപ്പെട്ട ആളുകൾ പിന്നാക്ക വിഭാഗത്തിലും കഴിയുന്ന ആളുകൾ എത്രയുണ്ട്? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ, അല്ലെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും ചികിത്സ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു കമ്മീഷനെ എന്തുകൊണ്ട് വെക്കുന്നില്ല? ഹിന്ദുക്കൾ ജന്തുക്കളാണോ? ഹിന്ദുക്കൾ മനുഷ്യരാണോ? നിങ്ങൾ മനുഷ്യരെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ.
ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി അവരുടെ ആവലാതികൾ പരിഹരിക്കാൻ, അവശതകൾ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ വെക്കണം എന്ന് നിങ്ങൾക്ക് 10 കൊല്ലമായിട്ട് എന്തുകൊണ്ട് തോന്നിയില്ല? അതിനു മുമ്പ് ഇവിടെ UDF ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെക്കണം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ മുസ്ലിമിന് കമ്മീഷൻ വെച്ചിട്ട് ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഇവിടെ ഹിന്ദുവിനില്ലാത്ത എന്ത് ആവലാതിയാ മുസ്ലിമിനുള്ളത്? ഹിന്ദുവിനില്ലാത്ത എന്ത് വേവലാതിയാ ക്രിസ്ത്യാനിക്കുള്ളത്? ഹിന്ദുക്കളെല്ലാവരും ടാറ്റയുടെയും ബിർളയുടെയും മക്കളും കൊട്ടാരത്തിൽ കഴിയുന്നവരും ഒരു പ്രശ്നമില്ലാത്തവരാണ് അവിടുത്തെ ഹിന്ദുക്കൾ. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായി പോയി എന്നുള്ളത് അവരുടെ കുറ്റമാണോ? ഹിന്ദുവായി ജനിച്ചത് ഒരു പാപമാണോ? അവരൊരു ആനുകൂല്യം കൊടുക്കാത്തതാണോ മതേതരത്വം എന്ന് പറയുന്നത്? അവരെ ചവിട്ടി മെതിക്കുന്നതാണോ മതേതരത്വം? അറ്റകയറും വീണ നിലവില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഹിന്ദുവിനെ ചവിട്ടി കുത്തിക്കൊണ്ട് നശിപ്പിക്കുന്നതാണോ മതേതരത്വം? ഈ മതേതരത്വമല്ല ഹിന്ദുവിനെ ആക്ഷേപിക്കാനും അവഹേളിക്കാനും മാത്രമുള്ളതാണോ നിങ്ങൾ പറയുന്ന മതേതരത്വം? എന്നിട്ട് വീണ്ടും ഹിന്ദുവിന്റെ മെക്കിട്ട് കയറുകയാണോ? നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്ത വലിയൊരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്നറിയാം? OBC എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഹിന്ദുക്കളിൽ, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, OBC. ആ OBC ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട 12% സംവരണം, ആ സംവരണം 12% എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ജോലി 100 പോലീസുകാരെ എടുക്കുമ്പോൾ 12 പോലീസുകാരെ മുസ്ലിങ്ങൾ എടുക്കണം. അത് ആരുടേതാണെന്ന് അറിയോ? OBCയുടേത്. OBC എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്, ജാതിയുടെ പിന്നോക്കാവസ്ഥ. മുസ്ലിങ്ങൾക്ക് ജാതിയുണ്ടോ? ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗത്തിലുള്ള 12% എടുത്തു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ സർക്കാർ വകുപ്പുകളിലും 12% നിയമിക്കുന്ന ആർക്ക് അവകാശപ്പെട്ടതെന്നറിയോ? ഇവിടുത്തെ ഈഴവന് അവകാശപ്പെട്ടത്, ഇവിടുത്തെ വിശ്വകർമാവിന് അവകാശപ്പെട്ടത്, ഇവിടുത്തെ മറ്റു പിന്നാക്ക വിഭാഗത്തിന് ആശാരിക്കും മൂശാരിക്കും എല്ലാം അവകാശപ്പെട്ടത്. അങ്ങനെ ഇവിടുത്തെ പിന്നാക്ക വിഭാഗത്തിന് അർഹതപ്പെട്ട സർക്കാർ ജോലിയാണ് ഹിന്ദുക്കളുടെ പിത്തച്ചട്ടിയിൽ വാരിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ പാഠം ഇവിടെ നിയമവിരുദ്ധമാണ്. കർണാടകയിൽ കൊടുത്തു, BJP ഗവൺമെന്റ് അത് റദ്ദാക്കി. മഹാരാഷ്ട്ര കൊടുത്തു, ഇപ്പൊ BJP ഗവൺമെന്റ് അത് റദ്ദാക്കി. കോടതി പോയി, കോടതി പറഞ്ഞു മതവിശ്വാസത്തിൽപ്പെട്ട മതത്തിന്റെ പേരിൽ ഇവിടെ സംവരണം ഇല്ല, റിസർവേഷൻ ഇല്ല. സംവരണം ആർക്കാണ്? സംവരണം പിന്നാക്ക ഹിന്ദുക്കൾക്കും SC ST ഷെഡ്യൂൾ ട്രൈബ് പട്ടികജാതിക്കും പട്ടികവർഗത്തിനും മാത്രമാണ് സംവരണം. മതത്തിന്റെ പേരിൽ സംവരണമില്ല. പക്ഷെ ഹിന്ദു പിന്നാക്ക ജാതിന്റെ സംവരണം എടുത്തു കൊടുത്തു. ഈ പാവങ്ങൾക്ക് അവകാശപ്പെട്ടത് കൊടുത്തിട്ട് ഈ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുമ്പോ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന ഈ ആനുകൂല്യങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മളെ പറ്റിക്കുന്ന ഈ പാർട്ടി, ഈ മുന്നണികൾ ഇവിടെ നമ്മളെ ഭരിച്ചപ്പോ നമ്മൾ നമ്മളോട് ചോദിച്ചില്ലല്ലോ. അങ്ങനെയല്ല കൊടുത്തത്. ഇത്തരം പറ്റിക്കലുകൾ, ഇത്തരം കൊള്ളയാണ്, ജോലിക്കൊള്ളയാണ്. ആ കൊള്ളയാണ് ഇവിടെ നടന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള. ഇവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളുടെ സംവരണമുണ്ട്. ആ സംവരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ജോലിക്കുള്ള സംവരണമുണ്ട്. അതിൽ പലതും ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ 75 കൊല്ലമായിട്ടും ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസം ശരിക്കും അവർക്ക് നേടാൻ സാധിക്കുന്നില്ല. ജോലിക്ക് PSC പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അതിനുള്ള പരിശീലനമില്ല. പരിശീലനക്കാണ് മുസ്ലിങ്ങൾക്ക് PSC പരിശീലനമുണ്ട്, സിവിൽ സർവീസ് പരിശീലനമുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. ഏത് പണം എടുത്ത്? സർക്കാരിന്റെ പണം എടുത്തിട്ട്, സർക്കാരിന്റെ പണം എടുത്തുകൊണ്ട്. പക്ഷെ പട്ടികവർഗക്കാർക്കുണ്ടോ? അവർക്ക് എന്തുകൊണ്ട് പരിശീലനം കൊടുക്കുന്നില്ല? അവരെന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടത്? എത്ര പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട് സർക്കാരിന് ഉയർന്ന റാങ്കുകളിൽ? അവരുടെ അർഹതപ്പെട്ടവർക്ക് ആരുമില്ല, അവർക്ക് അപേക്ഷിക്കാൻ ആളില്ല. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം. ഇവരൊക്കെ സംരക്ഷണം. അതിന് മന്ത്രി ഉണ്ടാവും. ആ മന്ത്രി എന്ത് ചെയ്യുന്നു? ആ വകുപ്പ് എന്ത് ചെയ്യുന്നു? ഈ 75 കൊല്ലമായിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? പിന്നാക്ക വിഭാഗക്കാരുടെ അവസ്ഥ എങ്ങനെ പരിഹരിച്ചു? ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടി മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്ന ഈ രാഷ്ട്രീയം, പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, ആ പറ്റിക്കുന്ന രാഷ്ട്രീയമാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഇതിന്റെ കൂടെ പോയിന്ന് ബഹളം ഉണ്ടാക്കുന്നതും, അടിക്കാനും പിടിക്കാനും പോകുന്നു, കുത്താൻ പോകുന്നതും, അമ്പലത്തിൽ പോകുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം ആരാണ്? ഈ കൊടി പിടിക്കുന്ന ആരാണ്? ഈ പറ്റിക്കപ്പെടുന്ന ആളുകളാണ്, സമൂഹമാണെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചാൽ വലിച്ചെറിയാവുന്നത് മാത്രമേ ഉള്ളൂ ചെങ്കൊടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്രയും കാലമായി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറ്റിച്ച നേതാക്കന്മാർ നിങ്ങളെ ഒറ്റപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹിന്ദുവിനെ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ദേശഭക്തി ഗാനം പാടുന്നതിന് ഇപ്പോ നമ്മള്
ഇറാനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടിയിരുന്നെങ്കിൽ അവരൊന്ന് കൈയടിച്ച് മാലയിട്ട് തന്നെ. ചൈനയെ സ്തുതിച്ചൊരു പാട്ട് പാടിയെങ്കിൽ മാർക്സിസ്റ്റുകാർ മാലയിട്ട് വരും. അവർക്ക് ആകെ ചൊരുക്കണ്ട, അവർക്ക് ചൊറിച്ചലെന്ത, അവർക്ക് ഇന്ത്യയെ സ്തുതിക്കാൻ പാടില്ല. ഭാരതദേശം പാവനദേശം തനമനമെതിരായി അർപ്പിക്കാം എന്ന് പാടിയെന്ന് വരിക്കാം. അതൊരു ഗണഗീതമാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗീതങ്ങളുണ്ട്. അതിലെല്ലാം ഈ രാഷ്ട്രത്തെക്കുറിച്ച്, ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, വിശ്വാസ പ്രമാണത്തെക്കുറിച്ച്, മൂല്യത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ചിരന്തനമായ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച്, ഋഷിവര്യന്മാരെ കുറിച്ച്, നമ്മുടെ ആചാര്യന്മാരെ കുറിച്ച് വയലാർ പാടുകയാണ്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോ പാമ്പപ്രദേശങ്ങളിൽ ആരന്തർമുഖമിരുന്ന് പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയ സാരം തേടി അരഞ്ഞു കൊണ്ടവരിലെ ചൈതന്യമൻ ദർശനം. വയലാർ രാമവർമ്മയുടെ പാട്ടാണ്. ഇത് പാടാമോ? ഇവിടുത്തെ ഋഷീശ്വരന്മാരുടെ ദർശനമാണ് എന്റെ ദർശനം എന്നാണ് ഇത്. വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, ഹാ വരും വരും നൂനമാതിരവൻ നാടിന്റെ നാവനങ്ങിയ ലോകം ശ്രദ്ധിക്കും കാലം വരും. ഹാ വരും വരും നൂനമാതിരവൻ നാടിന്റെ പാവന പതാകകൾ കടലിൽ തത്തിപ്പാറും. എന്റെ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന കാലം വരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ വള്ളത്തോളിന്റെ തലക്ക് ഡിവൈഎഫ്ഐക്കാരടിക്കും. എന്റെ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാലം വരും എന്ന് പാട്ട് പാടിയത് വള്ളത്തോളാണ്. വയലാറാണ് പാട്ട് പാടിയത്. ആ ഋഷീശ്വരന്മാരുടെ കൊടുങ്കാട്ടിൽ ഗുഹയ്ക്കകത്ത് തപസ് ചെയ്യുന്ന ആ ഋഷീശ്വരന്മാരുടെ ചൈതന്യമാണ് എന്റെ ദർശനം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ദേശഭക്തി ഗാനമാണ്. നമ്മുടെ പഴയ ആളുകൾ, നമ്മുടെ ഉള്ളൂർ, നമ്മുടെ വള്ളത്തോൾ, നമ്മുടെ കുമാരനാശാൻ, ഇവരൊക്കെ ഈ നാടിന്റെ തുടിക്കുന്ന സംസ്കാരത്തെ വ്യഞ്ജിപ്പിക്കുന്ന നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗാനങ്ങളെല്ലാം ചേർന്നാണ്, ആ ഗാനങ്ങളെല്ലാം ഈ സ്വാതന്ത്ര്യത്തിൽ ഉണ്ടാക്കിയ ഉന്മേഷമാണ്, ആവേശമാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അതിലൊന്നാണ് വന്ദേമാതരം. ഇവർ പറയുന്ന വന്ദേമാതരം പാടാൻ പാടില്ല എന്നാണ്. രവീന്ദ്രനാഥ് ടാഗോറും മുനീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക കവിയും ചേർന്ന് 1905 ബംഗാളി വിഭജനം നടത്തിയപ്പോ ഈ രണ്ട് കവികളുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് സമരം നടത്തിയപ്പോ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചിട്ട് ബംഗാൾ വിഭജനം 1905 റദ്ദ് ചെയ്യാൻ കാരണമായിരുന്നത് വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും വിളിച്ചുകൊണ്ട് നടത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന ഗംഭീരമായ ആ ഒരു വലിയ ജനമുന്നേറ്റമാണ്. വന്ദേ മാതരം പാടാൻ പറ്റില്ല എന്നാണ് ഇപ്പം പറയുന്നത്. മഹാത്മാഗാന്ധി വിളിച്ചത് ഭാരത് മാതാ കി ജയുന്ന, അവരെല്ലാവരും വന്ദേ മാതരമാണ് പാടിയത്. ആ വന്ദേ മാതരത്തെ ഇവരിപ്പോ എതിർക്കുകയാണ്. അങ്ങനെ ഒരു ഭാരത മാതാവിന്റെ ചിത്രം ഗവർണറുടെ ഓഫീസിൽ വെച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മന്ത്രിമാർ ഗവർണറുടെ കൂടെ പോവാത്തത്. അവിടെ പോവില്ല, അവിടെ ഭാരത മാതാവുണ്ട്. ഏത് മാതാവിനെ വെക്കണം നിങ്ങൾ പറയുന്നത്? ചൈന മാതാവിനെ വെക്കണോ? റഷ്യ മാതാവിനെ വെക്കണോ? നിങ്ങളുടെ കൊറിയ മാതാവുണ്ട്. ഉത്തര കൊറിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. മാർക്സിസ്റ്റുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഉത്തര കൊറിയ. ആ ഉത്തര കൊറിയയിലുള്ള ഇപ്പോഴത്തെ രാജാവിന്റെ അവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് കിം ഇൽ സുങ് എന്നാണ് പേര്. അപ്പൊ ആ കിം ഇൽ സുങ്ങിന്റെ അയാളൊരു ഉത്തരവുണ്ടും, അയാളൊരു മുടിയൊരു സ്റ്റൈലിലാണ് മുറിക്കുക, ഇളന്നറിയെത്തിയ പോലെ മുടി മുറിക്കുക. അയാള് ഉത്തരവിട്ടിരിക്കുന്നത്, ഞാൻ മുടി മുറിക്കുന്നത് പോലെ രാജ്യത്തെ എല്ലാവരും മുടി മുറിക്കാൻ പാടുള്ളൂ, നിയമമാണ്. ഇവിടെ വലിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഉത്തര കൊറിയയിൽ എന്താ സ്ഥിതി എന്നറിയോ? അവിടെ 2 ചാനലേ ഉള്ളൂ. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അവിടുത്തെ ചാനൽ, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ചാനൽ. ഈ 2 ചാനലുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട, കൈരളി മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നായിരിക്കും. ഈ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനൽ മാത്രം, വേറൊരു ചാനലും ഇല്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ അച്ഛൻ മരിച്ച ദിവസം, ആ മരിച്ച ദിവസം, കിം ഇൽ സുങ് മരിച്ച ദിവസം, ഇപ്പൊ കിം ഇൽ ജുങ് ആണ് അയാളുടെ, സുങ് മരിച്ച ദിവസം ജനിക്കുന്ന ഒരൊറ്റ കുട്ടികളും ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പാടില്ല. അതായത് ഇയാൾ അച്ഛൻ മരിച്ചെന്ന് ജനിച്ച കുട്ടികൾ ബർത്ത്ഡേ പാർട്ടി നടത്താൻ പാടില്ല. കാരണം അന്ന് കുട്ടി ജനിക്കാൻ പാടില്ല, അന്ന് ഇയാൾ അച്ഛൻ മരിച്ചുപോയ ദിവസമാണ്. ഇപ്പൊ മാർച്ച് 20 ഇയാൾ അച്ഛൻ മരിച്ചെങ്കിൽ അന്ന് ഒറ്റ കുട്ടിയും ജനിക്കാൻ പാടില്ല. ജനിക്കാം, പക്ഷെ ബർത്ത്ഡേ നടത്താൻ പാടില്ല. നിയമമാണ്. വേറൊരു ചാനലില്ല, ഒരു സ്വാതന്ത്ര്യമില്ല.
ഇതൊക്കെയാണ് ഇവരുടെ നാടുകൾ. എന്നാൽ പിന്നെ കൊറിയന്റെ പ്രധാന അവിടുത്തെ മാതാവിനെ നമുക്ക് വെച്ച് പൂജിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഭാരത് മാതാവിനൂടെ ഒരു പുഷ്പാർച്ചന നടത്തി. വേറെ രാജ്യത്തിന്റെയാണോ പുഷ്പാർച്ചന നടത്തേണ്ടത്? ഇവരേത് ലോകത്താണ്? ഇത് ലോകത്തെ ഏത് ഭാഗത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും അവസാനം എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടുക അതുവരെ അവർ പറഞ്ഞ് ഈ രാജ്യം കുറെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് 22 രാഷ്ട്രങ്ങൾ ചേർന്നാണ് ഇന്ത്യ ഉണ്ടായതെന്നാണ് അവർ പാർട്ടി കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് 22ആയിട്ട് വിഭജിക്കണം. മുസ്ലിങ്ങളെ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞപ്പോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷി സിഖുകാരെ കണ്ടിട്ട് താരാസിംഗിനെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുത്തെന്നറിയോ? സിഖുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയുടെ ഓരി വെക്കുന്ന ബ്രിട്ടീഷുകാര് നിങ്ങൾ ഓരി ഇപ്പം പോയി മേടിച്ചോ, സിഖുകാർക്ക് ഒരു രാജ്യം മേടിച്ചോ പഞ്ചാബ്. സിഖുകാർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ രാജ്യം വേണ്ട. രേഖയാണ് ഞാൻ പറയുന്നത്, ചരിത്ര രേഖകളാണ് രാജ്യത്തെ വെട്ടിമുറിക്കാൻ. അവർ പറഞ്ഞ 22ആയിട്ട് വെട്ടിമുറിക്കണം എന്നാ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് EMSന്റെ പുസ്തകമുണ്ട്. രാമമൂർത്തിയുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. തെലുങ്ക് എന്ന് പറയുന്ന അവരുടെ മാതൃഭൂമിയാന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം വെവ്വേറെയായി ചിതറിപ്പോകണം, ഇതൊക്കെ തകർന്ന് തരിപ്പണമാണെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച പാർട്ടിയാണ്. അങ്ങനെ പ്രവർത്തിച്ച പാർട്ടിയാണ് ആ പാർട്ടി. എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 67 രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോ CPIയുടെ നേതാവായിട്ടുള്ള ഭൂപേഷ് ഗുപ്ത രാജ്യസഭയിൽ പറഞ്ഞെന്നറിയോ? നിങ്ങൾ RSSകാരും ജനസംഘക്കാരെല്ലാം പറയുന്നത് ഇന്ത്യ ഒന്നാണ്. ഇന്ത്യ ഒന്നല്ല. അയാൾ പറയാം ഇതൊറ്റ രാഷ്ട്രമല്ല, പല രാഷ്ട്രമായിരുന്നു എന്ന് പ്രസംഗിക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രം അത് വേറെ രാഷ്ട്രമാണ്, സൗരാഷ്ട്രം വേറെ രാഷ്ട്രം. സൗരാഷ്ട്രം എന്ന ഗുജറാത്തിന്റെ പഴയ പേര് സൗരാഷ്ട്രമാണ്. ഇങ്ങനെ കുറെ രാഷ്ട്രങ്ങളുടെ ഉണ്ട്, ഒറ്റ രാഷ്ട്രമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ജനസംഘത്തിന്റെ ഒരു MP ആയിരുന്ന ഇപ്പൊ ഇല്ല, കർണാടകയിലുള്ള ജഗന്നാഥറാവ് ജോഷി എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര വേറെയാണ്, സൗരാഷ്ട്ര വേറെയാണ്, ഇതൊക്കെ വെവ്വേറെയാണ്, ഇന്ത്യ ഒന്നല്ല എന്ന് പറയുന്നു. ചില പ്രദേശങ്ങൾ പണ്ടൊരു രാഷ്ട്രമായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള അദ്ദേഹം പറഞ്ഞു പണ്ട് ചില വ്യക്തികളും രാഷ്ട്രമായിരുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു അതേതാണ്? അദ്ദേഹം പറഞ്ഞു പണ്ട് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അത് വേറെ രാഷ്ട്രമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തെ ചിഹ്ന ഭിന്നമാക്കാൻ, ഈ രാഷ്ട്രത്തെ തകർക്കാൻ, ശിഥിലീകരണ പ്രവർത്തനം നടത്താൻ, വിഭാഗീയ പ്രവർത്തനത്താണ് മറ്റ് രാജ്യങ്ങളുടെ അച്ചാരം വാങ്ങിയിട്ട് ഈ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രമാകുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു കവിയായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷ് റഷ്യയിലേക്ക് അനുഭവം വെച്ചിട്ട് പറഞ്ഞു, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഊണ് കമ്മിയായ ഇസമാണ് കമ്മ്യൂണിസം. കമ്മി ഊണ് ഇസം, അതാണ് കമ്മ്യൂണിസം. അവര് ഭരിച്ചെടുക്കൊന്നും ചോറില്ല, ഭക്ഷണമില്ല, ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ കമ്മ്യൂണിസത്തെ ചെങ്കുടിയെ വലിച്ചെറിഞ്ഞത്. നമ്മുടെ രാജ്യവും വലിച്ചെറിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി പാകെ അടിച്ചു കൂട്ടിയിട്ട് ഈ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥലത്താണ് രാജ്യത്ത് മുഴുവൻ അടിച്ചു കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ആളുകളുണ്ട്. കേരളമുണ്ട്, ഒരു പൊട്ടുണ്ട്. ആ പൊട്ട് വരാൻ പോകുന്ന ജനാധിപത്യത്തിലെ മഹായുദ്ധത്തിൽ, ജനങ്ങളുടെ ഉത്സവമായ മഹായുദ്ധത്തിൽ ഈ കേരളം രാജ്യത്തിനൊരു അപമാനമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ചോരയും ചൊരിഞ്ഞു നിൽക്കുന്നുണ്ട്. ചോരയൊലിപ്പിക്കുന്ന ഈ ഭാഗം അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ജാഗരൂകരാവുക. വിരലിൽ മഷി പുരട്ടുമ്പോൾ പോളിംഗ് ബൂത്തിൽ ഈ ജാഗ്രത കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഈ പ്രശ്നവും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരായി, ക്ഷേത്രങ്ങൾക്കെതിരായി, ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായി CPM നടത്തുന്ന കാര്യങ്ങൾ അതിനെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നും, ചെറുക്കേണ്ടിടത്ത് ചെറുക്കേണ്ടതുപോലെ ചെറുക്കുമെന്നും, ഇനി ഇത്തരം കാര്യങ്ങളുമായി ഏതെങ്കിലും ക്ഷേത്രത്തിൽ കേരളത്തിൽ വന്നാൽ അടികൊണ്ട് ഓടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും, ആ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ക്ഷേത്രങ്ങളെ സംഘർഷഭൂമിയാക്കാൻ വന്നാൽ വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ തത്തലുള്ള, തന്നേടമുള്ള, കരുണുറപ്പുള്ള ഹിന്ദുക്കൾ ഒരു തരത്തിലും കേടുന്ന പ്രശ്നമില്ല. അങ്ങനെ അക്രമത്തിന് വന്നാൽ ആ അക്രമത്തെ നേരിടേണ്ടതുപോലെ നേരിടുമെന്ന കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്